റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വയസ്സിലാണ് അവരെ വിവാഹം കഴിക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് നുബൂവത്ത് ലഭിച്ചതു മുതൽ ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണവും സ്വാന്തനവും സമാധാനവും ആശ്വാസവുമായിരുന്നു. അനേകം ചരിത്രങ്ങളിൽ അത് കണ്ടെത്താൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതിന് ഹിജ്റ പോകുന്നതിന് 3 വർഷങ്ങൾക്ക് മുൻപ്, 10-ാമത്തെ വർഷം, 3 വർഷങ്ങൾക്ക് മുൻപാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മരണം. നിസ്കാരമോ സകാത്തോ നിർബന്ധമാക്കപ്പെടുന്നതിന് മുൻപായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ അവർ മരിച്ചത്. 5 നേരത്തെ നിസ്കാരം, ഇതുപോലുള്ള സകാത്തിൻ്റെ വിധിവിലക്കുകൾ ഇതെല്ലാം പിൽക്കാലഘട്ടത്തിലാണ് നിയമമാക്കപ്പെട്ടത്. എന്നാണ് അവർ മരണപ്പെട്ടത് എന്നതിൽ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാണ്, 2 മാസം കഴിഞ്ഞാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അടുത്തടുത്താണ്. അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷമാണ് ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ മരണം ഉണ്ടായത്. മക്കയിൽ മക്കക്കാർ അവരുടെ ഖബറടക്കം അവരെ ഖബറടക്കിയിരുന്ന ഹജൂൻ എന്ന സ്ഥലത്താണ് ഖദീജ റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയിട്ടുള്ളത്. അവർ മരിച്ച സന്ദർഭത്തിൽ ജനാസ നിസ്കാരമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവരുടെ മേൽ നിസ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് ഇറക്കി വെച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്ര വർഷം അവർ ജീവിച്ചു? 25 വർഷം ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സുള്ളപ്പോൾ, നബുവത്ത് ലഭിച്ചത് 40-ൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം 50 വർഷം, അവിടത്തേക്ക് 50 വയസ്സുള്ളപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ അവർ മരിക്കുന്നത്. 25 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖദീജ റളിയല്ലാഹു അൻഹ അവർ ജീവിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭാര്യമാരിൽ ഏറ്റവും അധികം കാലം റസൂലുള്ളാഹിയോടൊപ്പം ജീവിച്ചത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സിന് ശേഷം പിന്നീട് 13 വർഷക്കാലമേ ജീവിച്ചിട്ടുള്ളൂ. 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായി. അവിടുത്തോടൊപ്പം ഏറ്റവും അധികം കാലം ജീവിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവർക്ക് അനേകം പ്രത്യേകതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുള്ള കാലഘട്ടത്തിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ടില്ല. അവർക്കുള്ള സ്ഥാനവും മഹത്വവും അവരുടെ പദവിയും പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ അവർക്കുള്ള പദവിയും സ്ഥാനവും പരിഗണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു പല കാരണങ്ങളും പറയപ്പെട്ടിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 2 മുസീബത്തുകളാണ് അടുത്തടുത്ത് സംഭവിച്ചത്. അബൂ താലിബിൻ്റെ മരണം ഒന്നായിരുന്നു, 2 ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണമായിരുന്നു. അവിടുത്തേക്ക് ഈ സംഭവം വലിയ ദുഃഖമുണ്ടാക്കി. അവിടുന്ന് കുറച്ചു കാലം അവിടുത്തെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. പുറത്തേക്ക് അധികമായി ഇറങ്ങാറുണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും ദുഃഖമുണ്ടായാൽ അട്ടഹസിക്കുകയോ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖദാഇൽ അരിശം കാണിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. അവിടുന്ന് അത് വിലക്കാറുണ്ടായിരുന്നു. ഖുറൈശികൾ ആ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ, അവരിൽ ചിലർ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നെഞ്ഞത്തടിക്കും, വസ്ത്രം കീറിയെറിയും, തലമൊട്ടയടിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇബ്രാഹിം എന്ന കുഞ്ഞു മരിച്ചപ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. സ്വഹാബികൾ ചിലർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങ് ഇത് വിലക്കിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഞാൻ വിലക്കിയിട്ടില്ല. ഞാൻ വിലക്കിയത് ആർത്തട്ടഹസിക്കുന്നതാണ്. ഇത് റഹ്മത്താണ്, ഇത് കാരുണ്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ ആർത്തട്ടഹസിക്കുക എന്ന്, ഒച്ചയിടുക എന്ന്, കൂക്കി വിളിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത വാക്കുകൾ പറയാറുണ്ടായിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കുണ്ടാക്കിയ വേദന വലിയതായിരുന്നു. കാരണം അവിടുന്ന് മുശ്രിക്കുകൾ അവരിൽ നിന്ന് എന്തൊരു പ്രയാസം കേട്ട് തൻ്റെ വീട്ടിലേക്ക് കയറി വന്നാലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ സംസാരം അവിടുത്തെ മനസ്സിന് ആശ്വാസം പകരുമായിരുന്നു. ഖുറൈശികളുടെ പരിഹാസവും ചീത്തവിളിയും ആക്ഷേപങ്ങളും ചിലപ്പോൾ മർദ്ദനങ്ങളും അതെല്ലാം കേട്ടുകൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ടായിരിക്കും അവിടുന്ന് വീട്ടിലേക്ക് കയറി വരിക. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സംസാരം അവിടുത്തെ മനസ്സിന് ആശ്വാസം പകരുമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം മനോഹരിയായ ഒരു ഭാര്യയായിരുന്നു അവർ എന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയധികം ദുഃഖമുള്ള അവസ്ഥയിൽ നിന്ന് ഒരാളുടെ
ഹൃദയം സമാധാനമുള്ളതാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വലിയ ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. ഹെറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വന്നെത്തിയപ്പോൾ അവർ സ്വീകരിച്ച സമീപനം അവരുടെ ബുദ്ധിയുടെ തെളിവാണ്. സംഭവം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്.